നമസ്കാരം. മൊത്തത്തിൽ അടിച്ചുമാറ്റൽ പ്രക്രിയ മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നിട്ടോ ഖജനാവിൽ പൂച്ചപെറ്റ കണക്കും. ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയും പക്ഷേ PSC ലിസ്റ്റിൽ പേരുള്ളവരുടെയും ആശമാരുടെ സമരവുമൊന്നും ഇവർക്ക് കണ്ണിൽ കാണില്ല. ആശമാർക്ക് കൊടുക്കാൻ കാശുമുണ്ടാകില്ല. പിണറായി സർക്കാരിൽ എല്ലാം വമ്പൻ കളികൾ മാത്രമാണുള്ളത്. ഉള്ള പദ്ധതികളിൽ നിന്നെല്ലാം കോടികളാണ് ഈ തസ്കര സംഘം അടിച്ചു മാറ്റുന്നത്. പുതിയൊരു പണം അടിച്ചുമാറ്റൽ പ്രക്രിയ കൂടി പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ലൈസൻസുകളിൽ നിന്ന് പിണറായി സർക്കാർ അടിച്ചു മാറ്റിയത് 10 കോടിയോളം രൂപയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-സ്മാർട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ രജിസ്ട്രേഡ് എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും എംപാനൽ ലൈസൻസ് കൂടി എടുക്കണമെന്ന് സർക്കാർ നിബന്ധന കൊണ്ടുവന്നിരുന്നു. സൂപ്പർവൈസർമാർ മുതൽ എഞ്ചിനീയർമാർ വരെയുള്ള ലൈസൻസുകളിൽ നിന്ന് 6000 മുതൽ 12000 രൂപ വരെ ഇതിനായി ഈടാക്കി. നിശ്ചിത കാലയളവിൽ ഇത്രയും തന്നെ ലൈസൻസ് ഫീസ് നൽകി രജിസ്റ്റർ ചെയ്യുകയും നിശ്ചിത കാലാവധിയിൽ അതേ തുക നൽകി പുതുക്കി പോരുകയും ചെയ്യുന്ന ലൈസൻസുകളിലാണ് രണ്ടാമതൊരു ലൈസൻസ് കൂടി സർക്കാർ കെട്ടിയേൽപ്പിച്ചത്. 2 ലൈസൻസും ഇല്ലാത്തവർക്ക് K-സ്മാർട്ട് വഴി ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു കൊടുക്കാൻ അധികാരമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വിജ്ഞാപനം. ഇതോടെ കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഫീസ് അടച്ച് അത് എടുത്തവരുണ്ട്. എന്നാൽ ഏപ്രിൽ 1-ന് അതായത് K-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ തലേന്ന് രാത്രി എംപാനൽ ലൈസൻസ് സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അതില്ലാതെ ത്രിതല പഞ്ചായത്തുകളിലടക്കം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ കഴിയില്ലെന്ന് വിജ്ഞാപനമിറക്കിയ സർക്കാർ തന്നെയാണ് എല്ലാവരും പണം അടച്ചു കഴിഞ്ഞപ്പോൾ അത് ആവശ്യമില്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 10,000-ലേറെ എഞ്ചിനീയറിംഗ് ലൈസൻസുകളാണ് നിലവിലുള്ളത്. സർക്കാരിന് ഇതുവഴി കിട്ടിയത് 10 കോടിയിൽ പരം രൂപയാണ്. എംപാനൽ ലൈസൻസ് എടുക്കാൻ നിർബന്ധിച്ച എഞ്ചിനീയർമാരുടെ സംഘടനയും ഇതോടെ വെട്ടിലാവുകയും ചെയ്തു. രജിസ്ട്രേഡ് സൂപ്പർവൈസർമാരിൽ നിന്നും എഞ്ചിനീയർമാരിൽ നിന്നും സർക്കാർ അനധികൃതമായി ഈടാക്കിയ തുക തിരികെ നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനിടയിലാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് മുന്നണിയും പാർട്ടിയും ഉറപ്പിച്ചത്. ഇതോടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ടീം പിണറായി രംഗത്തിറങ്ങുന്നു എന്ന വാർത്തയും വരുന്നു. അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം. ഇതിനുള്ള ചെലവുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സഞ്ചരിച്ച ദൃശ്യങ്ങളൊക്കെ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനു വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ടീമിന് 3.96 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ അനുമതി നൽകി ഉത്തരവിറങ്ങിയത്. 1.67 ലക്ഷം രൂപയുടെ സാംസങ് S25 ഫോണും 1.96 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പുമാണ് പ്രധാനമായും വാങ്ങുന്നത്. ന്യൂ മീഡിയ ഇൻഫർമേഷൻ ഓഫീസറുടെ പ്രപ്പോസലുകൾ അംഗീകരിച്ചാണ് തുക അനുവദിച്ചിരിക്കുന്നത്. 12 പേരാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിലുള്ളത്. 82 ലക്ഷം രൂപയാണ് ഇവരുടെ വാർഷിക ശമ്പളം. മുൻ മുഖ്യമന്ത്രിമാർ ആർക്കും സോഷ്യൽ മീഡിയ ടീം ഉണ്ടായിരുന്നില്ല. സർക്കാർ പ്രചരണത്തിന് PRDA ആണ് മുൻ മുഖ്യമന്ത്രിമാർ ആശ്രയിച്ചത്. 108 കോടി ഒരു വർഷം ചെലവഴിക്കുന്ന PRD സർക്കാരിൻ്റെ പ്രചരണത്തിന് അഹോരാത്രം പണിയെടുക്കുന്നുണ്ടെങ്കിലും പിണറായി ഒരു സംഭവമാണ് എന്ന് പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ടീമിനെയാണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ ടീമിൻ്റെ മേൽനോട്ടം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിനാണ്. മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുക, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകളെ പ്രതിരോധിക്കുക എന്നതൊക്കെയാണ് സോഷ്യൽ മീഡിയ ടീമിൻ്റെ ചുമതല. നന്ദി.